അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ എന്തോ ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ട് ക്യാമറ വേണമെന്നുകൊണ്ട് ബാക്ക് ക്യാമറ വെച്ചിട്ട് എങ്ങനെ വീഡിയോ എടുക്കാമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ബാക്ക് കൂടെയൊക്കെ ആരൊക്കെ പോകുന്നുണ്ടാവും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് കണ്ടത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്തു പോകാനുള്ള പരിപാടിയാണ്. നമ്മൾ 2 കുട്ടീസ് വരുന്നുണ്ട്, ഉമ്മ വരുന്നുണ്ട്, അനിയത്തിയും വരുന്നുണ്ട്, സയാൻ വരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പാറി നടക്കുന്നത്. അപ്പോൾ ഞാനും ഉമ്മാൻ്റെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഉമ്മ എന്ത് പുതിയത് എടുത്തോളം ഞാനത് എടുത്തിടും. പിന്നെ ഈയിടെയായിട്ട് ഉമ്മ ചുരിദാറിലോട്ടൊരു തിരിവ് ഞാൻ കാണുന്നുണ്ട്. അതെന്തായാലും നന്നായി, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ എടുത്തിടാലോ. അപ്പോൾ ഷായും കൂടെ വരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ചുണ്ട് കേട്ടോ വീട്ടില്. സംഭവം എന്താണെന്ന് വെച്ചാൽ സ്കൂളൊക്കെ തുറക്കാനായില്ലേ, അപ്പൊ അതിന് മുമ്പായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കുറച്ച് ദിവസം നിൽക്കാന്നൊക്കെ ഒരു പ്ലാനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അവിടുന്ന് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ചാടിയതാണ്. അങ്ങനെ നമ്മളിവിടെ എത്തി. അപ്പൊ നമ്മൾ സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിന്നാൽ നമുക്ക് ഇഷ്ടമുള്ള വണ്ടി കിട്ടും, ഏതിൽ വേണമെങ്കിലും കയറാം. പക്ഷെ ഇങ്ങനെ എല്ലാത്തിലൊന്നും കയറ്റൂല കേട്ടോ ആരും. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി ചെപ്പശ്ശേരിയിലുള്ള ലാമിയ സെന്ററിൽ ലാമിയ ഫാൻസിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ബാഗ്, കുടവാട അതൊക്കെ വാങ്ങാൻ വേണ്ടി വന്നാണ് കേട്ടോ. അപ്പം ലിയമോൾ ആദ്യമായിട്ട് സ്കൂളിലോട്ട് ചേർത്തിയിരിക്കുകയാണ് നമ്മള്. അപ്പം അതിന് ഓൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഈ തിരക്കിന്റെ ഇടയിൽ എങ്ങനെയാണ് ഷാഹിൻ അവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓളെ തല മാത്രം അവിടെ കാണുന്നു. അങ്ങനെ ഷാഹി ലിയമോളും കൂടെ ഭയങ്കരമായിട്ടുള്ള തെരച്ചിലാണ്. പെണ്ണിന് എന്താ പറയാ, യൂണിക്കോൺ, ബാർബി, സ്പൈഡർമാൻ, അങ്ങനെ സകല ഐറ്റംസിന്റെ പേര് പറയാം, അതൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓളെ മൈൻഡിലുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ്. അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ കേട്ടോ ലാസ്റ്റ് എടുത്തത്. പിന്നെ നമ്മുടെ ഇസുവിനെ സ്കൂളിൽ ചേർത്തില്ലേ, നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ട്, ഓനെ ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ചേർത്താട്ടോ. ചെറുക്കിന് സംസാരിക്കാൻ തന്നെ നേരെ അറിയില്ല, ഓനെ കാണൊന്ന് പഠിക്കട്ടെ, എന്നിട്ടാണ് നമുക്ക് LKG ഇരുത്താൻ. അങ്ങനെ ഇസ് ഭയങ്കര തെരച്ചിലാട്ടോ, എന്താ വാങ്ങുക എന്നറിയാതെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാഗ് കുറേ തെരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലിയമോൾക്ക് വേണ്ടിയിട്ടുള്ള ഫാൻസി ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മളിങ്ങനെ ബാഗ്, കൊട, ചോറ്റുപാത്രം, അങ്ങനെ പെൻസിൽ, കട്ടർ, റബ്ബർ, നമുക്കറിയാലോ സ്കൂളിലൊക്കെ എന്തൊക്കെ ആവശ്യം വരുന്നത്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നാണ്. നല്ല തിരക്കായിരുന്നു. ഇപ്പൊ സ്കൂളൊക്കെ തുറക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഷോപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കഷ്ടപ്പെട്ട് അടി ഉണ്ടാക്കട്ടെ. ലിയമോൾ ഇസും ഒരു കണ്ടത്ത് ചേരില്ല, ഭയങ്കര തല്ലാണ്. അതിന്റെ ഇടയിൽ കൂടെ അടിയൊക്കെ നടന്നു. അതിന്റെ ഇടയിൽ കൂടെ ഷൈന കോട്ടയൊക്കെ നിർത്തി നോക്കുന്നുണ്ട്. ഭയങ്കര ശുഷ്കാന്തിയാണ് കേട്ടോ. അത് നേരാവില്ല, നിവർത്തിയാലെന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഇസുവിന്റെ ശല്യം സഹിക്ക വയ്യാതെ ഞാൻ അർഷാക്കോനെ വിളിച്ചു വരുത്തിയതാണ്. അർഷാക്കോന് നമ്മുടെ ചെറുശ്ശേരി ടൗണിൽ തന്നെ കേട്ടോ, അവർക്ക് കേബിളാണ് വർക്ക് ചെയ്യണം. അപ്പം ഇപ്പൊ ആള് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പം ഞാൻ ഇസുവിനെ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് വിളിച്ചു വരുത്തിയതാണ്. അപ്പൊ അർഷാക്ക് വന്നപ്പോ ഇസുവിന്റെ ലിസ്റ്റ് നീണ്ടുട്ടോ, വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് നീണ്ടു. എനിക്ക് അത് വേണം, ഇത് വേണം, അങ്ങനെ ഓരോരോന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അർഷാക്ക് വരുന്നതിന് മുന്നേ തന്നെ എന്റെ അടുത്ത് കുറെ സാധനങ്ങളുടെ പേര് പറയുകയും കാണിച്ചു തരികയും എല്ലാം ചെയ്തിരുന്നു. പക്ഷെ ഞാൻ മെയിൻ ചെയ്യാതിരുന്നതാണ്. അങ്ങനെ ഷാഹിദ് പുറത്തിറങ്ങി എന്തൊക്കെ വെറുക്കുന്നുണ്ട്. ഷാഹിക്ക് ആദ്യമായിട്ട് കുട്ടീനെ സ്കൂളിലേക്ക് വിടുന്ന ഒരു എക്സൈറ്റ്മെന്റ്, ടെൻഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഏതൊക്കെ വാങ്ങണ്ടെന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ എന്താ പറയാ, അവള് ബുക്ക് പൊതിയണ സംഭവം വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം ഞാൻ അതിനകത്ത് നിന്നു. പിന്നെ തിരക്ക് കാരണം ഒരു ശ്വാസം മുട്ടൽ ഫീൽ ആയപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇസുവിന് നമ്മൾ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പന്ത് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇസു ഒരു ബാറ്റൊക്കെ എടുത്ത് അർഷകന്റെ കൈ കൊടുത്തിട്ട് നമുക്ക് അടിച്ചു കളിയാന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ വാപ്പിയും മകനും കൂടെ പൈസ കൊടുക്കാത്ത ബാറ്റും പൈസ കൊടുത്ത പന്തുകൊണ്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്താ വെച്ചാല് മോന്റെ വിചാരപ്പം ഒന്ന് കളിക്കാൻ വന്നിക്കാന്നാണ് കേട്ടോ. അങ്ങനെ 2 പേരും കൂടെ കുറെ നേരം പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചു. ഷാഹി ഉമ്മയും ലിയമോളും കൂടെ ഭയങ്കരമായിട്ടുള്ള ഷോപ്പിങ്ങിലാണ്. ഞാൻ നമ്മളെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യത്തിൽ ഞാൻ എന്തിനാ വെച്ചാൽ എനിക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെ പിന്നാലെ പോകുന്നത്. അല്ലാതെ ഇപ്പൊ വരേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ലിയമോൾക്ക് വാങ്ങിയതൊന്നും പോരായിട്ട് വേറെ എന്തോ ഒരു കുന്തം കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇസുവിന് അത് എന്താന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ അതിന്റെ പേരെന്താന്ന് ചോദിക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്തേക്ക് കൂടി വന്നിട്ടാണ്. അപ്പൊ ഞാൻ ഗദ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് പിന്നെ അവൻ അങ്ങനെ തന്നെ പോയി. അങ്ങനെ നമ്മള് കുറച്ചു നേരം ആ കടയിൽ നിന്ന് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇസുവിന്റെ കളി കണ്ടിട്ട് ആ ബാക്കിലുള്ള കുട്ടി കുറെ നേരം നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓള് വെറുതെ ചിരിക്കുന്നു. ഓളെ ചിരി കണ്ടിട്ട് എനിക്കും ചിരി വന്നു. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പോകാൻ നേരത്തെ അർഷാക്കും ഇങ്ങനെ മെല്ലെ നൈസായിട്ട് ഒഴിവാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മുടെ ഇസു അർഷാക്കിന്റെ പിന്നാലെ ഇങ്ങനെ പോകാൻ നോക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ എന്റെ വീട്ടിലാണല്ലോ, എനിക്ക് എന്റെ വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല, എനിക്ക് നേരെ ഓന്റെ വീട്ടിൽ പോകാനാണ് ഇഷ്ടം. അങ്ങനെ അർഷാക്കിന്റെ പിന്നാലെ കൂടാനൊക്കെ നോക്കി, പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെ നമ്മൾ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അവൽ മിൽക്ക് ഷോപ്പ് കയറിയിട്ടുണ്ട്. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് അവൽ മിൽക്സ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് ലിയമോള് സെലക്ട് ചെയ്യാണ് കേട്ടോ. അവൾക്ക് എല്ലാതും അറിയും അവൾക്ക്. അപ്പം എനിക്കും ചെക്കനും ഇതും മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇസുവിനെ ചെക്കൻ എന്നാട്ടോ പറയാ, പേരൊന്നും പറയില്ല. അങ്ങനെ നമ്മൾ അവൽ മിൽക്കൊക്കെ കുടിച്ച് മന്ദം നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ.